അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വഹീഖുൽ ഖുർആനിന്റെ 5-ാമത്തെ സെഷനിലെ 13-ാമത്തെ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫീലാണ് നാം പഠിക്കുന്നത്. 5 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അഭിസംബോധന നടത്തുന്നത് എങ്കിലും അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരു വ്യക്തിയോടും എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത്. അപ്പോൾ അലം തറ, പ്രവാചകരെ താങ്കൾ കണ്ടില്ലയോ? കൈഫ ഫഅല റബ്ബുക, നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന്. ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്, ആനയുടെ ആളുകളെ കൊണ്ട് നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് താങ്കൾ കണ്ടില്ലയോ എന്നാണ്. 2-ാമത്തെ വചനം, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം അഥവാ ഈ ആനക്കാരുടെ തന്ത്രം അവൻ അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല പിഴവിലാക്കിയില്ലേ? അലം യജ്അൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയില്ലയോ? കൈദഹും, അവരുടെ തന്ത്രം അഥവാ ഈ ആനക്കാരുടെ തന്ത്രം അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിക്കളഞ്ഞു. ഫീ തദ്ലീൽ, പിഴവിലാക്കി കളഞ്ഞു എന്നാണ്. അവരുടെ തന്ത്രം പൂർണ്ണമായും പാഴായി പോയി എന്നർത്ഥം. 3-ാമത്തെ വചനം, വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നേർക്ക് അയക്കുകയും ചെയ്തു. വഅർസല അലൈഹിം, അവരുടെ മേൽ അയച്ചു, അല്ലെങ്കിൽ അവരുടെ നേർക്ക് അയച്ചു. ത്വയ്റൻ, പക്ഷികളെ. അബാബീൽ, കൂട്ടം കൂട്ടമായുള്ള. അപ്പൊ കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ടുപഴുപ്പിച്ച കളിമണ്ണ് കൊണ്ടുള്ള കല്ല്, അതുകൊണ്ട് അവരെ ആ പക്ഷികൾ എറിയുകയും ചെയ്തു. അഥവാ ഈ വചനം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ പക്ഷികളുടെ വിശേഷണമായി കൊണ്ടാണ് പറയുന്നത്. അവരെങ്ങനെയുള്ള പക്ഷികളാണ്? തർമീഹിം, അവരെ എറിയുന്നു, അഥവാ ആ ആനക്കാരെ ആ പക്ഷികൾ എറിയുന്നു. ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്. മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിച്ചതായ. അപ്പോൾ ചുട്ടുപഴുപ്പിച്ച കല്ലുകൾ കൊണ്ട് എറിയുന്ന പക്ഷികളെ, കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള ആ പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആനക്കാർക്ക് നേരെ അയക്കുകയും ചെയ്തു എന്നാണ്. അത് മുഖേന 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കുകയും ചെയ്തു. ഫജഅലഹും, അവൻ അവരെ ആക്കിക്കളഞ്ഞു. കഅസ്ഫിൻ, വൈക്കോല് പോലെ. മഅകൂലിൻ, തിന്നൊടുക്കപ്പെട്ട. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കുതന്ത്രങ്ങളെ തീർത്തും നശിപ്പിച്ചുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത തിന്നൊടുക്കപ്പെട്ട വൈക്കോല് പോലെ, ചലിക്കാൻ പോലും ശേഷിയില്ലാതെ ആത്മാവറ്റ ശരീരങ്ങളായിക്കൊണ്ട് നശിപ്പിക്കപ്പെട്ട രീതിയിൽ ആ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞു. ഒന്നിനും കൊള്ളാത്തവരായി അവർ മാറുകയും ചെയ്തു എന്നാണ്. ഈ ഒരു ചരിത്രം, ഇത് നമ്മളെല്ലാവരും അറിയുന്ന ചരിത്രമാണ്, പഠിച്ചതാണ്. മദ്രസകളിലും മറ്റുള്ള സന്ദർഭങ്ങളിലും ഒക്കെ ആയിക്കൊണ്ട് നമുക്കൊക്കെ സുപരിചിതമായ ചരിത്രമാണ്. വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരാനപ്പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അതികഠിനമായി ശിക്ഷിച്ച് പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്കാ നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അധ്യായത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം മുഖേന അല്ലാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളും എന്തൊക്കെയാണെന്ന് ആ മനുഷ്യരെ അഥവാ മക്കയിലുള്ള നിവാസികളെയും അതിനുശേഷം കഅബയെ ആദരിക്കുന്ന സകല മുസ്ലിങ്ങളെയും അനുസ്മരിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. ഈ സൂറത്ത് അവതരിക്കുന്ന വേളയിൽ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ രീതിയിലുള്ള അനുസ്മരണം തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അഥവാ അത്തരത്തിലുള്ള ആ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയതായ ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ
അത് അവരുടെ മനസ്സുകളെ പിടിച്ച് കുലുക്കുന്ന കുലുക്കം അതൊരൊന്നൊന്നര കുലുക്കമായിരിക്കും. അത് ഒരു മഹാസംഭവം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെടുക. ആ അനുസ്മരണം അത് കൂടുതൽ ഫലവത്തായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുറൈശികൾക്കിടയിൽ ഒരു വമ്പിച്ച സംഭവമായി ഗണിക്കപ്പെട്ടിരുന്ന ഈ ആനക്കലഹം എന്ന് പറയുന്ന സംഭവം, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ധാരാളക്കണക്കിന് ഭിന്നാഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ചുരുക്കം അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൽകിയ ആ ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഹബിഷയിലെ അഥവാ അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജ്ജാശി രാജാവ്, ആ നജ്ജാശി രാജാവിന് കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്തി എന്ന് പേരുണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം പണിതീർക്കുകയുണ്ടായി. ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി അയാൾ പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു. പക്ഷേ മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആ ഒരു പതിവ് അത് നിർത്തലാക്കിയാൽ അതിനു പകരം ആ ദേവാലയത്തിലേക്ക്, താൻ നിർമ്മിച്ച ആ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചുവിടുകയും ചെയ്താൽ ധാരാളം ആളുകൾ തന്റെ ദേവാലയത്തിൽ എത്തുവാൻ സാധ്യതയുണ്ട് എന്ന കുബുദ്ധി അദ്ദേഹത്തിന്റെ മനസ്സിൽ പണി തീർക്കപ്പെടുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയുള്ള കരുക്കൾ അയാൾ നീക്കുകയും ചെയ്തു. എന്നാൽ അതിനുള്ള പ്രതിഷേധം എന്ന രീതിയിൽ ഒരു അറബി എന്ത് ചെയ്തു? ആ ദേവാലയത്തിൽ കടന്ന് മലവിസർജനം നടത്തുകയും അത് വൃത്തികേടാക്കുകയും ചെയ്തു എന്ന ഒരു സംസാരം അവർക്കിടയിൽ പറയപ്പെടുകയുണ്ടായി. ഏതായാലും ഖുറൈശികളുടെ കഅബ അത് ഇനി നിലനിൽക്കാൻ പാടില്ല. എത്ര വലിയ ചരിത്രമുള്ളതാണെങ്കിലും ശരി, അത് പൊളിച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന് അയാൾ ശപഥം ചെയ്യുകയും അങ്ങനെ അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വഴിമധ്യേ ധാരാളക്കണക്കിന് ആളുകൾ അയാളെ എതിർക്കുകയും അയാളുമായി സംഘട്ടനത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും ഒക്കെ ജയിച്ച് അവരൊക്കെ ഒതുക്കി അയാൾ വീണ്ടും മക്കയുടെ അരികിലേക്ക് വരികയാണ്. മക്കയുടെ അരികിലെത്തി അടുത്തൊരു സ്ഥലത്ത് അയാൾ തങ്ങുകയും ചെയ്തു. അയാളുടെ സൈന്യത്തിന്റെ പ്രത്യേകത എന്താണെന്നാൽ അതിൽ ആനകൾ ഉണ്ടായിരുന്നു എന്നതാണ്. അറബികൾക്ക് പരിചയമില്ലാത്തൊരു രീതിയായിരുന്നു ആനകളെയും കൊണ്ട് യുദ്ധത്തിന് വരിക എന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നേരിടണമെന്ന ധാരണ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ മക്കയുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്ന് അയാളുടെ വരവിന്റെ ഉദ്ദേശം അതറിയിക്കുവാനായി അബ്രഹത്ത് രാജാവ് ഖുറൈശികളുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയക്കുകയാണ്. തങ്ങളൊരു യുദ്ധം നടത്തി നാട് കീഴടക്കാൻ ഉദ്ദേശിച്ച് വന്നതല്ല എന്നും കഅബ പൊളിച്ചു നീക്കൽ മാത്രമാണ് തങ്ങളുടെ വരവിന്റെ ഉദ്ദേശമെന്നും അയാൾ ഖുറൈശികളെ അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ ജീവനെ പോലെ ബഹുമാനിച്ചാദരിച്ചു വരുന്ന കഅബ അത് പൊളിക്കുക എന്നതിൽ തങ്ങൾക്ക് വളരെയേറെ ഖേദമുണ്ട്. അങ്ങേയറ്റത്തെ വെറുപ്പും വ്യസനവും ഉണ്ട് എങ്കിലും ആ സൈന്യത്തെ നേരിടുവാനോ അതിനോട് യുദ്ധം ചെയ്യുവാനോ ഉള്ള കെൽപ്പോ കരുത്തോ ഒന്നും തന്നെ തങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന ധാരണയും കൃത്യമായ ബോധവും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് യുദ്ധം ചെയ്യുവാൻ അവർ ഒരിക്കലും തന്നെ തയ്യാറായിരുന്നില്ല. അവർക്കറിയാം അയാളോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, പരാജയമായിരിക്കും അതിന്റെ പരിണിത ഫലം എന്ന ബോധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഅബാലയം പൊളിച്ചു നീക്കുക എന്ന വലിയ ക്രൂരതയ്ക്ക് തടസ്സം വരുത്തുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന ബോധം അവർക്കുണ്ടായതിനാൽ തന്നെ അത് കണ്ടു നിൽക്കുവാനുള്ള ത്രാണി പോലും തങ്ങൾക്കില്ല എന്ന തിരിച്ചറിവ് കാരണത്താൽ അവരെന്ത് ചെയ്തു? നാട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കോപാകുലനാകുമെന്നും അതിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ആപത്ത് ഏൽക്കേണ്ടി വരുമെന്നും അവർക്കറിയാമായിരുന്നു. അത് കരുതി അവർ നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. അന്ന് ഖുറൈശികളുടെ നേതാവും കഅബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബായിരുന്നു. വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ച് വരുത്തി തന്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിക്കുന്ന കൂട്ടത്തിൽ താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് മറുപടി പറയുന്നു, താങ്കളുടെ ആളുകൾ എന്റെ ഒട്ടകത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ ഒട്ടകത്തെ താങ്കൾ എനിക്ക് വിട്ടയച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പോ അബ്രഹത്ത് പരിഹാസപൂർവം അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നിങ്ങളുടെ പൂർവീകന്മാരായി ബഹുമാനിച്ചാദരിച്ചു വരുന്ന നിങ്ങളുടെ മതകേന്ദ്രം അത് നശിപ്പിക്കുന്നതിനെ കുറിച്ചൊന്നും താങ്കൾക്ക് പറയാനില്ലാതെ കേവലം താങ്കളുടെ ഒട്ടകങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ച
പ്രസ്താവിച്ച് താങ്കൾ ഒരു കൊള്ളരുതാത്തവൻ തന്നെയാണ്, താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പ് ഇത് കേട്ടപ്പോൾ നശിച്ചുപോയി എന്നിങ്ങനെ പരിഹാസപൂർവം അബ്ദുൽ മുത്തലിബിനോട് പറയുന്ന സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് തിരിച്ചു പറയുന്നുണ്ട്, താങ്കൾ പിടിച്ചു വെച്ച ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അത് ഞാനാണ്. അത് ചോദിക്കാനുള്ള അധികാരവും അത് ചോദിക്കാനുള്ള ആവശ്യകതയും എനിക്കാണുള്ളത്. എന്നാൽ താങ്കൾ നശിപ്പിക്കുവാൻ പോകുന്ന ആ മന്ദിരം അതിനൊരു ഉടമസ്ഥനുണ്ട്, ആ കഅബക്കൊരു ഉടമസ്ഥനുണ്ട്, അത് അവൻ സംരക്ഷിച്ചുകൊള്ളും, അതിൽ ഞാൻ ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അബ്ദുൽ മുത്തലിബ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്റെ സൈന്യത്തിന്റെ മുന്നിൽ ആനയെ നിർത്തിക്കൊണ്ട് സൈന്യവുമായി കൊണ്ട് അബ്രഹത്ത് മുന്നോട്ട് പോവുകയാണ്. കഅബയുടെ നേർക്ക് തിരിഞ്ഞതോടുകൂടി ആന മുട്ടുകുത്തി മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയായി. വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആനയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. മറ്റ് 3 വശങ്ങളിലേക്കും ആന തിരിയുന്നുണ്ട്, പക്ഷേ മുന്നോട്ട് പോകുവാൻ അത് തയ്യാറാകുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ പന്തികേടുകൾ മണത്തറിയുന്ന വേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ഒരു തരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിക്കുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ ആ പക്ഷിക്കൂട്ടങ്ങൾ സൈന്യത്തിന്റെ മീതെ വർഷിക്കുകയും അത് മുഖേന സൈന്യം തീർത്തും നാമാവശേഷമായി തീരുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മന്ദിരത്തെ കാത്തു രക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം അത് ക്രിസ്താബ്ദം 570-71 കാലങ്ങളിലാണ് സംഭവിച്ചത്. കൃത്യമായി ചില പണ്ഡിതന്മാർ ക്രിസ്താബ്ദം 571 വർഷം ഏപ്രിൽ 2-ാം തീയതിയാണ് സംഭവിച്ചത് എന്ന് ക്ലിപ്തപ്പെടുത്തി പ്രസ്താവിച്ചതായി കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ആ ഒരു കൊല്ലത്തിൽ തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോട് ചേർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കും. ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം അത് ഏത് തരത്തിലുള്ളതായിരുന്നുവെന്നും അതേപോലെ തന്നെ അത് എവിടെ നിന്ന് വന്നു എന്നും അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏത് വിധത്തിലായിരുന്നുവെന്നും അതേപോലെ തന്നെ സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്, എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്തു പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. എന്തായാലും ചരിത്രത്തിൽ അപ്രകാരം ഒന്നൊന്നായി സ്വീകരിക്കുവാൻ പ്രത്യേകമായ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പ്രസ്താവിച്ച വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ആ ഒരു ആശയത്തിൽ അതിന് യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെ അത് അതേപടി സ്വീകരിക്കുകയാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നാം ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. എന്തായാലും ഈ അധ്യായത്തിൽ പരാമർശിതമായ ആ മഹാസംഭവം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ 2 ഗുണപാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തേത് ഹിമായത്തുല്ലാഹി തആല ലിബൈതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബൈത്തിനെ അത് അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. അഥവാ അല്ലാഹുവിന്റെ ഭവനത്തിന് മേൽ എപ്പോഴും അവന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. അത് അല്ലാഹു നിശ്ചയിച്ച ദിനം വരെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഭൗമോപരിതലത്തിലെ സകലമാന സൃഷ്ടികളും അതിനെതിരെ വർത്തിച്ചാലും ശരി, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എപ്രകാരമാണോ ഉള്ളത് അതേ രീതിയിൽ ആ ഭവനത്തിനൊരു നാശം വരുത്തുവാൻ ഒരുത്തനും തന്നെ സാധിക്കുകയില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തെ സംരക്ഷിക്കുവാൻ അല്ലാഹു കഴിവുള്ളവൻ തന്നെയാണ് എന്ന് ഈ ഒരു സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനിനെയും അവന്റെ ആദർശത്തെയും അവനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെയും സമുദായത്തെയും രക്ഷപ്പെടുത്തുവാനും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവൻ തന്നെയാണ് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം ആഖിബത്തുൽ ദുൽമ, അക്രമത്തിന്റെയും അഹങ്കാരത്തിന്റെയും പര്യവസാനം അത് തീർത്തും നാശമായിരിക്കും, പരാജയമായിരിക്കുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അക്രമത്തിലും അഹങ്കാരത്തിലും ഒക്കെ എത്ര കണ്ട് ആസ്വാദനം കണ്ടെത്തിയാലും എത്ര കണ്ട് വിജയമുണ്ട് എന്ന് അഭിനയിച്ചാലും ശരി, എന്തെല്ലാം പറഞ്ഞാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അനന്തരഫലം തീർത്തും പ്രയാസത്തിലാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ ചരിത്രം അതിന്റെ സാക്ഷിയാണ്, അതിന്റെ ഏറ്റവും വലിയ തെളിവുമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അക്രമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നഷ്ടപ്പെടുന്ന പ്രവർത്തികളിൽ നിന്നും
നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അപ്രകാരം ജീവിതം നയിക്കുവാനും അതിലുള്ള നാശനഷ്ടം സംഭവിച്ച ആളുകളുടെ സ്വഭാവങ്ങളും വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും തീർത്തും തുടച്ചു മാറ്റുവാനും ഒക്കെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.